നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവളുടെ സംശയങ്ങൾ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ സ്കൂട്ടറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കില്ല. അത് ശരിയാ. ഈ സ്കൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണല്ലോ നമ്മളൊക്കെ വൻ പ്രശ്നങ്ങളിൽ പെട്ടത്. ഈ വണ്ടിയെ കുറിച്ച് അയാള് പറഞ്ഞതൊക്കെ കള്ളവന്ന് എനിക്ക് തോന്നുന്നേ. ഇത് അയാള് പറഞ്ഞ പോലെ ഐശ്വര്യമുള്ള വണ്ടിയൊന്നുമല്ല. എന്നാ പിന്നെ ഈ സ്കൂട്ടർ തിരിച്ചു കൊടുത്താലോ? അപ്പൊ ഈ സ്കൂട്ടർ നിനക്ക് ആവശ്യമില്ലേ? നിങ്ങൾ എന്നെ തനിച്ച് എവിടെയും വിടാൻ ഭാവമില്ലല്ലോ, പിന്നെന്തിനാ ഈ സ്കൂട്ടർ? ഇത് തിരിച്ചു കൊടുത്തേക്കാം. എന്നാ പിന്നെ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. വാ വാ. നിനക്കിനി എന്താ സംശയം? ഒന്നുമില്ല. എന്നാ വാ. ഇത് ആ സ്കൂട്ടറാണല്ലോ. ഈ പിള്ളേര് ജീവനോടെ ഉണ്ടോ? ഈ പിള്ളേരെന്താ ഇവിടെ? വണ്ടി നോക്കാൻ വന്നാണോ? വരൂ, അകത്തേക്ക് വരൂ, വരൂ. ചേട്ടന് ആ വണ്ടി നല്ല ഓർമ്മയുണ്ടല്ലോ. ഇത്രയും നല്ല ഐശ്വര്യമുള്ള വണ്ടി ചേട്ടന് ഓർക്കാതിരിക്കില്ലല്ലോ. അതെ, അന്ന് ഈ വണ്ടിയെ പറ്റി ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? അതൊന്നും ഞങ്ങള് മറന്നിട്ടില്ല. ചേട്ടന് ഞങ്ങളെല്ലാം ഓർമ്മയുണ്ടോ? ഡെയിലി പല ആളുകളും വന്നു പോകുന്ന സ്ഥലമല്ലേ, പല വണ്ടികളും കൈമാറുന്നുണ്ട്. എല്ലാം ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. ഈ സ്കൂട്ടർ കച്ചവടം ചെയ്ത് ചേട്ടന് ഓർമ്മയുണ്ടോ? നിങ്ങൾ വന്ന കാര്യം പറ. ചേട്ടാ, ഞങ്ങൾ ആ വണ്ടി ഇവിടെ തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. അത് പിന്നെ വണ്ടിക്ക് എന്താ പ്രശ്നം? നല്ല സൂപ്പർ വണ്ടിയല്ലേ? സൂപ്പർ അല്ല, സൂപ്പർ പവർ ഉള്ള വണ്ടിയാ അത്. ഞങ്ങള് ഈ സ്കൂട്ടർ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ സ്കൂട്ടർ തനി ഓടി ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. ഇത് ശരിക്കും മരണവണ്ടിയാണല്ലോ. ചേട്ടാ, തനിയെ ഓടാൻ അതെന്താ AI സ്കൂട്ടറോ? അതോ ഈ സ്കൂട്ടർ ഓടിച്ച ആള് മരിച്ചിട്ട് അയാളുടെ പ്രേതം ഇതിന് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടോ? ഈ വണ്ടി പ്രശ്നമാണല്ലോ. ഇത് വാങ്ങി വെച്ചാ എനിക്ക് അപകടമാവും. ഞങ്ങൾക്ക് AI സ്കൂട്ടർ ഒന്നും വേണ്ട ഏട്ടാ. ഇത് ചേട്ടൻ തന്നെ ഉപയോഗിച്ചോ. ഇത് തിരികെ എടുത്തിട്ട് പണം തിരിച്ചു തരണം. ഏയ്, അതൊന്നും നടക്കില്ല. അതെന്താ നടക്കില്ല എന്ന് പറയുന്നേ? ഇവിടുന്ന് വിറ്റ് പോണ വണ്ടിയൊന്നും ഞാൻ തിരിച്ചെടുക്കൂല. ഓ, അങ്ങനെയാണോ? ആ, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. സ്ഥല ACP ഞങ്ങളുടെ സ്വന്തം ആളാ. ഒരൊറ്റ കോൾ മതി, ഇവിടെ പറന്നിങ്ങെത്തും. ചേട്ടൻ ഈ വണ്ടി തിരിച്ചെടുത്തിട്ട് കാശ് താ, അല്ലെങ്കിൽ ചേട്ടന് പ്രശ്നമാവും. നിങ്ങൾ എന്ത് പറഞ്ഞാലും വണ്ടി തിരിച്ചെടുക്കാൻ പറ്റില്ല. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട. എന്നാ പിന്നെ പ്രേതം വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. എന്റെ പൊന്നു ചേട്ടാ, ഈ സ്കൂട്ടർ പ്രേത സ്കൂട്ടറാ. ഇത് ഓടിച്ചു ചത്ത ഏതോ ഒരുത്തിന്റെ ആത്മാവ് അതിനകത്തുണ്ട്. ഇവരെന്താ ഇവിടെ? അപ്പൊ ചേട്ടൻ ഈ സ്കൂട്ടർ തിരിച്ചെടുക്കില്ലേ? വിറ്റുപോയ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഇത് 2 വീലർ വിൽക്കുന്ന ഷോപ്പല്ലേ. ചേട്ടൻ ഈ വണ്ടി ഞങ്ങൾക്ക് സെയിലാക്കി താ, ഞങ്ങൾ വാങ്ങിയ വില തന്നാ മതി. ആ വില ഇനി കിട്ടില്ലേ പിള്ളേരെ? മാത്രമല്ല, ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, ഒന്നും വിറ്റ് പോകുന്നില്ല. നല്ല ടൈറ്റാ. നിങ്ങൾ പോയിട്ട് അടുത്ത മാസം വാ, അപ്പൊ നോക്കാം. അടുത്ത മാസോ? ചേട്ടാ, ഇത് മര്യാദയല്ല. ഞങ്ങൾക്ക് ആ വണ്ടി സെയിലാക്കി തരാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. എനിക്ക് അതിനുള്ള സമയമില്ല. നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുവിടും. മറ്റെവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുന്നതിന് ചേട്ടന്റെ ഉപദേശം എന്തിനാ? എന്തായാലും ഈ വണ്ടിക്ക് ഇവിടെ സെയിൽ നടക്കില്ല. ഇത് വലിയ ചതിയായി പോയി ചേട്ടാ. ഞങ്ങളെ പറ്റിച്ച ഇവിടെയുള്ള ഒറ്റ വണ്ടി സെയിലാവൂല. ഈ കടയിലെ കച്ചവടം നടക്കാതെ പോട്ടെ. ഇത് പെൺ ഷാപ്പോ ചേട്ടാ, പെൺ ഷാപ്പോ. ഓ, വെക്കോ. പാടി നമുക്ക് പോവാം. ശരി, കിട്ടോ.
ഹലോ സാർ, വരണം സാർ. ഹലോ, എന്തൊക്കെയുണ്ടോ? സെയിലൊക്കെ നന്നായിട്ട് പോകുന്നില്ലേ? ദൈവകൃപ കൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നു സാർ. ആ സാർ ഒന്ന് ആ വണ്ടിയാണോ സെയിലാക്കണമെന്ന് വിളിച്ചു പറഞ്ഞേ? ആ നല്ലൊരു വില കിട്ടിയാൽ കൊടുക്കാം. നമുക്ക് നോക്കാം സാർ. ആ അല്ല, ഇപ്പൊ ഇവിടുന്ന് പോയ പെൺകുട്ടികള് അവരെന്തിനാ വന്നേ? ആ പിള്ളേരാ? ആ പിള്ളേർ ഇവിടുന്ന് ഒരു സ്കൂട്ടർ വാങ്ങിച്ചോണ്ട് പോയതാ. ഇപ്പൊ പറയുന്നു ആ സ്കൂട്ടർ തനിയെ ഓടി അവരെ ഹോസ്റ്റലിൽ എത്തിയെന്ന്. ആ പിള്ളേരുടെ തലയ്ക്കാണോ സ്കൂട്ടറിനാണോ കുഴപ്പമൊന്നും എനിക്കറിയില്ല സാറേ. അവരെ സ്കൂട്ടർ തിരികെ തരാൻ വന്നതാ. ഓ അല്ല, ഇന്നലെ ആ കുട്ടികൾ ആ സ്കൂട്ടർ ഇവിടെ റിപ്പയർ ചെയ്യാൻ തന്നായിരുന്നോ? ഇല്ലല്ലോ സാർ, ഇന്നലെ ആ പിള്ളേരെ സ്കൂട്ടറിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. സ്കൂട്ടർ വാങ്ങിക്കൊണ്ട് പോയ ശേഷം അവരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആരെങ്കിലും ഇടിച്ച് ആക്സിഡന്റ് ആക്കിയ ശേഷം കൊണ്ടുവന്നാണെന്ന് അറിയില്ല സാർ. സാറ് വണ്ടി ഇവിടെ തന്നിട്ട് പോയാൽ സെയിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. ആ അയ്യോ ഇല്ല, ഞാനേ ഇപ്പൊ തരാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. പിന്നെ അതിന്റെ ആ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആ സാർ ഇരിക്കെ, ഞാൻ പോയി ഒരു മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വരാം. ആ ഈ ഷോപ്പിന്റെ പേരാണല്ലോ ആ കുട്ടികൾ പറഞ്ഞത്. അപ്പോ ഇയാളല്ലേ സ്കൂട്ടർ ഹോസ്റ്റലിൽ എത്തിച്ചത്? സ്കൂട്ടർ തനിയെ ഓടി ഹോസ്റ്റലിലെത്തിയോ? അതൊരു വിചിത്രവാദമാണല്ലോ. ശരിക്കും എന്തായിരിക്കും ഇന്നലെ രാത്രി സംഭവിച്ചത്? ഇവിടെയല്ലേ ഈ പിള്ളേര് വൃത്തിയേടാക്കിയിട്ടേക്കാണല്ലോ. ഇത് കണ്ടാ തോന്നും എന്റെ നടുപൊടിക്കാൻ ഇവളുമാർക്ക് ആരോ കൊട്ടേഷൻ കൊടുത്തേക്കാന്ന്. ഓ എന്ത് കഷ്ടം അത്. അവിടെ കിടക്ക്. ഇതെന്താ, 5 പിള്ളേരും പുറത്തു പോയിരിക്കുകയാണല്ലോ. ഈ പിള്ളേര് മുറി പൂട്ടാതെയാണോ പുറത്തു പോയത്? വാതിൽ തുറന്നിട്ട് പോയിട്ട് ആരെങ്കിലും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയാ അത് മതി ഇവിടെ ബഹളം ഉണ്ടാക്കാൻ. വാതിലടച്ചേക്കാം. അകത്തുനിന്നാരാ വാതിലടച്ചത്? 5 ആളും പുറത്താണല്ലോ. ഒരാള് കൂടി അകത്തുണ്ടോ?